ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു നിരവധി പേർക്ക് പരിക്ക്. ചെറുതുരുത്തി സെൻട്രൽ വെച്ച് കാർ നാട്ടുകാർ തടഞ്ഞു. തൃശൂരിലാണ്. വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന യുവാക്കളെയും യുവതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. MS ലിഷോയുണ്ട് വിശദാംശങ്ങളുമായി. ലിഷോയ്, ഈ കാറിലുണ്ടായിരുന്നവർ ആരാണ്? എന്തെങ്കിലും ലഹരിയോ അത്തരത്തിൽ എന്തെങ്കിലും ലഹരിയിലാണോ ഈ പരാക്രമം മുഴുവൻ? കാറിടിച്ചത് തൃശൂർ ചെറുതുരുത്തിക്കടുത്തുള്ള പള്ളം എസ്റ്റേറ്റ് പടി സ്വദേശികളാണ്. പള്ളം എസ്റ്റേറ്റ് പടി സ്വദേശിയായ പാലത്തിങ്കൽ റിയാസ് ആണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. ഇവർ അമിത വേഗത്തിലാണ് വന്നിരുന്നതെന്നാണ് നാട്ടുകാരും പോലീസും പറയുന്നത്. ആദ്യം കാൽനട യാത്രക്കാരെ ഇടിച്ചു. അതിനുശേഷം പിന്നീട് വേഗത്തിൽ വന്ന വാഹനം മറ്റ് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു. അതുപോലെ തന്നെ കാൽനട യാത്രക്കാരെയും ഇടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ വാഹനം പള്ളം ഭാഗത്ത് നിന്നാണ് വന്നത്. പള്ളം ഭാഗത്ത് നിന്നും വന്നതിന് ശേഷം ചെറുതുരുത്തി ഭാഗത്തേക്ക് ആണ് വന്നത്. ഈ കാറ് പിന്നീട് നാട്ടുകാരും പോലീസും ചേർന്ന് തടയുകയായിരുന്നു. സംഘർഷാവസ്ഥ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഈ കാറിൽ ഉണ്ടായിരുന്നത് ഒരേ കുടുംബത്തിലെ തന്നെ യുവാക്കളാണെന്നാണ് പോലീസ് പറയുന്നത്. കൂടാതെ ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് വെച്ചാണ് ഇവരുടെ വാഹനം തടയുകയും പിന്നീട് നാട്ടുകാർ വളരെയധികം രോഷാകുലരാവുകയും ചെയ്തു. ചെറുതുരുത്തി പോലീസാണ് പിന്നീട് വാഹനം പരിശോധിക്കുകയും ഈ കാറിൽ ഉണ്ടായിരുന്നവരെ അവിടെ നിന്ന് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തത്. ഇവരുടെ വാഹനം പരിശോധിച്ചതിൽ നിന്ന് വാഹനത്തിനകത്ത് നിന്ന് ലഹരി വസ്തുക്കളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യലിൽ ആദ്യം ഒരു കാൽനട യാത്രക്കാരനെ ഇടിച്ചിരുന്നു. അതിനെ തുടർന്ന് ഈ ഡ്രൈവർ പരിഭ്രാന്തനാവുകയും അമിത വേഗത്തിൽ അവിടെ നിന്ന് പോരുന്നതിനിടയിലാണ് മറ്റ് അപകടങ്ങളൊക്കെ ഉണ്ടായതെന്നാണ് ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. ഇയാളുടെ രക്തപരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തിയതിനു ശേഷം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഈ ഭാഗത്ത് വെച്ച് 4ഓളം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പള്ളം സ്വദേശി തന്നെയായ അബ്ദുള്ള കുട്ടി, അതുപോലെ തന്നെ ഷബീർ, അബൂബക്കർ തുടങ്ങി 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാരും പോലീസും പറയുന്നത്. ലിഷോയ്, ഒരു അപകടം ഉണ്ടാവുക, അതിൽ പരിഭ്രാന്തനായി മറ്റു പലരെയും ഇടിച്ചിട്ട ശേഷം ഞാൻ പരിഭ്രാന്തനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഇയാളുടെ രക്തപരിശോധനാ ഫലം ഉടനെ വരുമോ? ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ആർക്കില്ല. നിസ്സാര പരിക്കുകളേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ ഈ രക്തപരിശോധന സാമ്പിൾ എടുക്കുന്നതിനും മറ്റുമായി ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും അത് അല്പസമയം എടുക്കും. അതിന്റെ റിസൾട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരാനും ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് മദ്യപിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കാൻ സാധിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ശരി, MS ലിഷോയാണ് വിശദാംശങ്ങൾ നൽകിയത്.